എൻ്റെ മകൻ്റെ ആകെ ഒറ്റ ഒരു ചോദ്യത്തിൽ നിന്നാണ് സാധാരണ ഒരു വീട്ടമ്മയായിരുന്ന ഞാൻ ഇന്ന് ഇത്കാൻ കമ്പനിയുടെ അക്കാഡമിക് കൗൺസിലറായി വർക്ക് ചെയ്യുന്നത്. മോൻ ഒരു ദിവസം ചോദിച്ചു, അച്ഛനാണോ അമ്മയാണോ ഏറ്റവും കൂടുതൽ പഠിച്ചത് എന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ ഹസ് പറഞ്ഞു, മോനെ അമ്മയാണ് പഠിച്ചത് എന്ന് പറഞ്ഞു. അപ്പൊ പെട്ടെന്ന് അവൻ ചോദിച്ചു, അതെന്താ പിന്നെ അമ്മ ജോലിക്ക് പോകാത്ത, കുറച്ച് പഠിച്ച അച്ഛനാണല്ലോ ജോലിക്ക് പോകുന്നത്, അമ്മ എന്താ ജോലിക്ക് പോകാത്തതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, പിന്നെ നിന്നെ ആരും നോക്കും, മോനെ നോക്കാറുണ്ട്, വേറെ ആരും ഇല്ലല്ലോ, നമ്മൾ 3 പേരല്ലേ ഉള്ളൂ, വേറെ ആരുണ്ട്, അമ്മയ്ക്ക് ജോലിക്ക് പോകാൻ ആഗ്രഹമുണ്ടോ? ഞാൻ പറഞ്ഞു, അതുകൊണ്ട് ഒരുപാട് ആഗ്രഹമുണ്ട്, പിന്നെ എന്ത് പോവാത്ത? ഞാൻ പറഞ്ഞു, നീയോ? അത് ഞാൻ ഇനി സ്കൂളിലായല്ലോ, ഞാൻ തനിയെ വരാൻ അടുത്ത് തന്നെയല്ലേ സ്കൂളിൽ പോയിട്ട് ഞാൻ കഥ അടച്ചിരുന്നോളാം, അമ്മയ്ക്ക് ജോലിക്ക് പോകാമല്ലോ, ഞാൻ ഓക്കെ ആണല്ലോ, എന്റെ കാര്യങ്ങൾ ഞാൻ ചെയ്യാം, അമ്മയ്ക്ക് പൊയ്ക്കൂടെ, ഇങ്ങനെ ചോദിച്ചു. അപ്പൊ ഞാൻ ഒരുപാട് ചിന്തിച്ചു. ശരിയാണ്, അവൻ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, പഠിച്ചിട്ട് കാര്യമില്ലേ എന്ന് അവൻ ചിന്തിച്ചാലോ? ഇത്രയും പഠിച്ച അമ്മ വീട്ടിൽ ചുമ്മാ ഇരിക്കുമ്പോ പഠിപ്പ് പറഞ്ഞ അച്ഛൻ ജോലിക്ക് പോകുന്നു, അപ്പൊ എന്തുകൊണ്ട് എന്തിന് ഞാൻ പഠിക്കുന്നു എന്നൊരു ക്വസ്റ്റ്യൻ എന്റെ മോന്റെ ചിന്തയിൽ വന്നു കഴിഞ്ഞാൽ അത് ഒരു ഇതായിട്ട് മാറില്ലേ എന്ന് ഞാൻ ചിന്തിച്ചു. അങ്ങനെ ഞാൻ വിചാരിച്ചു എനിക്ക് ജോലിക്ക് പോകണം. പല സ്ഥലത്തും ഞാൻ ജോലിക്ക് ഇന്റർവ്യൂവിനായിട്ട് പോയപ്പോൾ അവരെന്നെ മാറ്റി നിർത്തിയത് ഒന്ന് എക്സ്പീരിയൻസിന്റെ പേരിലും ഒന്ന് പ്രായത്തിന്റെ പേരിലുമായിരുന്നു. പക്ഷെ ഞാൻ ഇത്കാനിലേക്ക് വന്ന സമയത്ത് ഇതൊന്നും അവർക്കൊരു ബാധകമല്ലായിരുന്നു. എനിക്ക് എന്തിലാണോ സ്കില്ലുള്ളത് എനിക്ക് അതിനു വേണ്ടി ട്രെയിനിങ് തന്നു. ഇപ്പോൾ ഞാൻ ഇവിടെ ഇത്കാനിന്റെ അക്കാഡമിക് കൗൺസിലറായിട്ട് വർക്ക് ചെയ്യുന്നു. ഒരു ഹോപ്പും ഇല്ലാതെ ഞാൻ ഇപ്പോൾ എന്നെ പോലെ ധാരാളം പേരെ ഇത്കാനിൽ കൊണ്ടുവന്ന് ട്രെയിൻ ചെയ്യിപ്പിച്ച് അവർക്ക് ജോബ് പ്ലേസ്മെന്റ് സപ്പോർട്ട് വരെ കൊടുക്കുന്നുണ്ട്. സോ ഐ ആം വെരി ഹാപ്പി. ഇതാണ് ഇത്കാനിൽ ഞാൻ എത്തിയ സ്റ്റോറി.